നമ്മളൊരു പാട്ടിടുമ്പോൾ പ്രേമത്തിൻ്റെ പാട്ടാണെങ്കിലും സ്നേഹത്തിൻ്റെ പാട്ടാണെങ്കിലും ഒരു പാട്ടിടുമ്പോൾ അതിനൊരു ആ സ്നേഹത്തിൻ്റെ പാട്ട് അത് എന്താ ഇപ്പോഴത്തെ ഭാഷയിൽ പ്രേമം ആ ഒരു പ്രേമത്തിൻ്റെ പാട്ടിടുമ്പോൾ അതിനൊരു ഫീലിംഗ് ഉണ്ട്. ആ ഫീലിംഗ് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ യഥാർത്ഥ ഡാൻസായാലും ആ പ്രേമത്തിന് ഡാൻസ് വരില്ല. കാരണം അതിന് ഡാൻസില്ല. ഫീലിംഗ്, അതായത് ഫീലിംഗ് നമ്മളവിടെ കൂടുതൽ ശ്രദ്ധയാണ് കൊടുക്കുന്നത്. നമ്മളൊരാളെ പ്രേമിക്കുകയാണ്, ഇല്ലെങ്കിൽ ലവാണ്. നമ്മൾ ഒരാളെ പ്രേമിക്കുകയാണെങ്കിൽ ലവ് ചെയ്യുകയാണെങ്കിലും അതിന് നമ്മളൊരു പാട്ടിടുമ്പോൾ ആ പാട്ടിന് നമുക്ക് ഫീലിംഗാണ് വേണ്ടത്. ആ ഫീലിംഗാണ് ആ ഡാൻസിൽ നമ്മൾ കാണിക്കേണ്ടത്. അല്ലാതെ കാലിൻ്റെ അടിയിൽ നിന്ന് തൊട്ടിട്ട് സാമാനം വരെ നെറുകന്തര വരെ ഒഴിഞ്ഞോ ഞാൻ പറയണില്ല. എനിക്ക് ഇങ്ങനെയുള്ള ഓരോ വീഡിയോസ്, കാരണം രേണുവിനെ കുറിച്ച് ഞാൻ വീഡിയോ ഇടില്ല എന്ന് ഞാൻ വിചാരിച്ചതാണ്. കാരണം രേണുവിൻ്റെ വിചാരം രേണു ആണ് ഏറ്റവും വലിയ നടി എന്നാണ് രേണുവിൻ്റെ വിചാരം. പക്ഷേ ഇവളൊക്കെ ഏത് രീതിയിലാണ് നടിയായത്, എന്ത് രീതിയിലാണ് നടിയായത്? ആ സുധിയുടെ പേരിലല്ല. അപ്പം ആ സുധിക്ക് കൂടി നാണക്കേടാണ് ഇത്. ആ സുധി ഉണ്ടെങ്കിൽ ഇവളെ വേഷം കിട്ടും, ഒറ്റ തല്ലിന് കൊന്ന് കുഴിച്ചിടും. അതേമാതിരി 22 വയസ്സ് 23 വയസ്സായ അവൾ മകനാണെന്ന് പറയുന്നു. അത് മകനായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ, നോക്കിയിട്ടുണ്ടോ? അപ്പോൾ ആ കുട്ടിയുടെ വീഡിയോ കേൾക്കുമ്പോൾ ഇതൊന്നും അവൾ ചെയ്തിട്ടില്ല. പിന്നെ അതും പോട്ടെ, അവൾക്ക് ഒരു 2, 3, 4 വയസ്സ് 5 വയസ്സായ ഒരു ആൺകുട്ടിയുണ്ട്. ആ കുട്ടി ഇതൊക്കെ കാണുന്നുണ്ട്. പിന്നെ ലോകം മുഴുവനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കും വാട്സപ്പും മുഴുവനും നോക്കുന്നതാണ്. ഇതുപോലെ ഓരോ കോലം കെട്ട ഡാൻസ് ഇതിന് ഒരുങ്ങി നിൽക്കുന്ന ആണുങ്ങളും ഉണ്ടല്ലോ. ആ ആണുങ്ങളും ഭാര്യമാരുമായിട്ടും ഇവളും ഭാര്യയായിട്ടും ഭർത്താക്കന്മാരുമായിട്ടൊക്കെ കഴിഞ്ഞു കൂടിയതാണ്. ആ ചേർത്ത് പിടിക്കണതിൽ തന്നെ എല്ലാ ലോകവും കഴിഞ്ഞിട്ടുണ്ടാവും. ആ പിടുത്തം കഴിയുമ്പോഴേക്ക് ചിലപ്പോൾ അത് പറയണവർക്ക് കേൾക്കണവർക്കും മനസ്സിലാവും. കാരണം ഇത് കേൾക്കുന്ന ഇത് അറിയാത്ത കുട്ടികളുണ്ടാവും, അറിയണ കുട്ടികളുണ്ടാവും. അപ്പം ഞാൻ അതിനനുസരിച്ചിട്ടല്ലേ എനിക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ. ആ ചേർത്ത് പിടിക്കണതിൽ തന്നെ എല്ലാം അവസാനിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഇവളിനൊക്കെ ഇതിലൊക്കെ കൂട്ടിയെടുത്ത് പിടിച്ച് അവന്മാരൊക്കെ ഇട്ടിട്ട് വേണം 4 കൊടുക്കാൻ. വൃത്തികെട്ട ആണുങ്ങളും വൃത്തികെട്ട പെണ്ണുങ്ങളും. ഈ പ്രേമത്തിൻ്റെ ഡാൻസും ഈ പ്രേമത്തിന് ഫീലിംഗ് വരേണ്ടോത്ത് ഫീലിംഗ് വന്നില്ലെങ്കിൽ അതിന് തോന്നിയ മാതിരിയില്ല ഡാൻസാണോ കാണിക്കുക? ഇത് ഡാൻസാണോ? എന്താണ് ഇവൾ കാട്ടിക്കൂട്ടുന്നത്? അല്ല, മനുഷ്യന്മാർക്ക് ഇത് കാണുമ്പോൾ വെറുപ്പാകില്ല. പിന്നെ ഇവളൊക്കെ 24 മണിക്കൂറും ദുബായിൽ പോയി, ദുബായിൽ നിന്ന് 12 ദിവസം 13 ദിവസം ഒക്കെ കഴിഞ്ഞു വരുന്നത്. ഇവൾ ഏത് കുടുംബത്തിലെ നടിയാണ്? ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് മുളച്ച തകര ഇല്ലേ? അതാണ് നമ്മൾ വന്ന വഴികൾ